ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിപ്പോൾ എവിടെയുള്ളത്? നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിൽ പയാന കാർ മ്യൂസിയത്തിലുള്ള കേട്ടോ. വളരെ മനോഹരമായ സ്ഥലമാണ്, നിങ്ങൾ കാണാൻ പറ്റും. അതാണ് മ്യൂസിയം. ഇവിടെ ചെറിയ സ്റ്റേജ്, കൺവെൻഷൻ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ഗാർഡനിങ് ചെയ്തൊക്കെ എടുത്ത സ്ഥലമാണിത്. പയാന കാർ മ്യൂസിയം, ഇവിടത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് പയാന കാർ മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കാറിൻ്റെ ടയറിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെയാണ്. ഇപ്പോൾ ഒരു വണ്ടിയുടെ ടയറില്ല, ആ ടയറിൻ്റെ ഷേപ്പ് ഉണ്ട്, അതേപോലെയാണ് ആ മ്യൂസിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ മ്യൂസിയത്തിൻ്റെ ഒരു രൂപഘടന, അതിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. പയാന കാർ മ്യൂസിയം കേട്ടോ, നല്ല സൂപ്പർ പ്ലേസ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മ്യൂസിയമാണ്. എസ്പെഷ്യലി വിൻറ്റേജ് ആൻഡ് ക്ലാസിക് വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പഴയ കാലത്ത് ഉപയോഗിച്ച വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർസും അതുപോലെ വെഹിക്കിൾസൊക്കെ നമുക്ക് പയാന കാർ മ്യൂസിയത്തിൽ കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മ്യൂസിയമാണ് മൈസൂരിലുള്ള പയാന കാർ മ്യൂസിയം എന്ന് പറയുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ്, മണ്ഡിയിലാണ് വരുന്നത്. മണ്ഡിയ എന്ന് പറയുന്നത് മൈസൂരിനടുത്തുള്ള സ്ഥലമാണ്, മണ്ഡിയിലാണ് വരുന്നത്. ഇത് അവിടെ പുറത്ത് ഹോട്ടൽസൊക്കെ ഉണ്ട്. ഹോട്ടൽസ് ഉണ്ട്, ഫുഡ് സ്റ്റോറുകളുണ്ട്, വാഷിംഗ് ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള വലിയൊരു ഹൈവേ തന്നെയാണ് പയാന കാർ മ്യൂസിയം വരുന്നത്. അടിപൊളി സ്ഥലമാണ്. സോ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ, ഡോക്ടർ വീരേന്ദ്ര ഹെഗാഡെ. അദ്ദേഹം വലിയൊരു എന്താ പറയുക, ഒരു റിച്ചസ്റ്റ് മാനാണ്. കനറ ബാങ്കിൻ്റെയൊക്കെ ഒരു ഡയറക്ടറുള്ള ആളാണ്. ഇതാണ് പയാന കാർ മ്യൂസിയത്തിൻ്റെ ആ ഒരു ലേഔട്ട് കണ്ട, ചെറിയ ലേഔട്ട്. അപ്പോൾ ഒരുപാട് കാറുകളെ പറ്റി നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ടിക്കറ്റ് ചാർജൊക്കെ വളരെ കുറവാണ് കേട്ടോ. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ആകെ 50 രൂപയുള്ളൂ. ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വ്ളോഗിങ് ക്യാമറ ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു 100 രൂപ ഞാൻ കൊടുത്തു, അത് എക്സ്ട്രാ ക്യാമറ എടുത്തു. ഇത് ഇദ്ദേഹത്തിൻ്റെ കാറായിരുന്നു തോന്നുന്നു കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ കാറാണ്. അതിൻ്റെ എന്താ പറയുക, മൈലേജും അതുപോലെ സ്പീഡും ഇതൊക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാറുകളുണ്ട് ഇതിനകത്ത്, 100-100 വണ്ടികളുണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണാം. ഓരോ ഫുള്ളായിട്ട് നമുക്ക് അതൊന്ന് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മാക്സിമം നോക്കാം. ദിസ് ഈസ് പയാന കാർ മ്യൂസിയം. അതിൻ്റെ ഇൻസൈഡാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ സൂപ്പർ കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കുക, നല്ല അടിപൊളി ഇൻറ്റീരിയർ അല്ലേ, നല്ല ആംബിയൻസ് കേട്ടോ. ഇവിടെ ഓരോ വണ്ടികളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ചെറുങ്ങനെ പരിചയപ്പെടാം. ഇതൊക്കെ എന്താ പറയേണ്ടത്, മനുഷ്യൻ ഓരോ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ കണ്ട ചക്രങ്ങൾ, ടയർ കണ്ട, പഴയ കാലത്ത് ഉപയോഗിച്ച ചക്രങ്ങൾ, അതിൻ്റെ പരിണാമം, മാറ്റം വന്നു. ചെറിയ കാളവണ്ടിയുടെ ചക്രങ്ങൾ, അതിൽ നിന്ന് കയറി വണ്ടിയുടെ യന്ത്രത്തിലേക്ക് വന്നു. മെഷീൻ യുഗം അല്ല, ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് വന്നു. ആ സമയത്തുള്ള വണ്ടികളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പണ്ടത്തെ വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓരോന്നിൻ്റെ ഇതിൻ്റെ ആസ്റ്റീൻ കമ്പനി, ആസ്റ്റീൻ്റെ ഹാർലിയാണിത്. ഹാർലി മോഡലാണ്. 100 വർഷങ്ങൾക്ക് മുമ്പേയൊക്കെ ഉപയോഗിച്ച വണ്ടികളൊക്കെ ആയിരിക്കും ഇതൊക്കെ. അതിൻ്റെ എഞ്ചിനൊക്കെ ഉണ്ടോ, അതിൻ്റെ ഓരോ എഞ്ചിനാണെന്ന് തോന്നുന്നു ഇതൊക്കെ. സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ ആസ്റ്റീൻ കമ്പനിയുടെ ഒരു പഴയ മോഡൽ വണ്ടിയാണിത്. മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി കണ്ട, കാളവണ്ടി പോലത്തെ പഴയ മോഡല്, കുതിരവണ്ടി പോലത്തെ വണ്ടി ഉപയോഗിച്ചു. ഇത് മനുഷ്യൻ കൊണ്ട് കിടക്കുന്ന വണ്ടി, കാള കൊണ്ട് കിടക്കുന്ന വണ്ടി, കുതിര കൊണ്ട് കിടക്കുന്ന വണ്ടി, അങ്ങനെ ഓരോ ജീവികൾ നമ്മൾ മൃഗങ്ങളെ കീഴ്പ്പെടുത്തി നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ട് അല്ല. മനുഷ്യൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാൽനടയായി തുടങ്ങി, അവന് പിന്നെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കയറി, പിന്നെ ചക്രം കണ്ടുപിടിച്ചു, പിന്നെ വാഹനങ്ങൾ കണ്ടുപിടിച്ച്, അങ്ങനെ പോകുന്നു. 1925 ഫിയറ്റ് 501 ഇറ്റലി, മാനുഫാക്ചർഡ് ഇൻ ഇറ്റലി എന്നാണ് കാണിക്കുന്നത്. ഫിയറ്റിൻ്റെ ഒരു മോഡൽ വണ്ടിയാണിത്. മുമ്പത്തെ പഴയ സിനിമകൾ, ക്ലാസിക് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ മോഡൽ ഒരുപാട് വണ്ടികൾ കാണും അല്ലേ. അത് ഇന്ത്യയിലല്ല, മെയിനായിട്ട് യൂറോപ്യൻസൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിച്ചത്. 1931 ഫിയറ്റ് 521 എന്താ വണ്ടിയല്ലേ. ഇത് കുറച്ചുകൂടി ഗാംഭീര്യത്തോടു കൂടി വണ്ടിയല്ലേ, നല്ല തടിയൻ വണ്ടി, കുറച്ചുകൂടി തടിച്ചിട്ടുണ്ട്, നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട് ഫിയറ്റിൻ്റെ വണ്ടി. അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് അങ്ങനെ നോക്കാം കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്, ഫുള്ള് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇത്
സ്റ്റഡ് ബേക്കർ പ്രസിഡന്റ്, സൂപ്പർ കേട്ടോ. MER അവരുടെ വണ്ടി. ഈ താഴെ ഈ വണ്ടിയുടെ മൈലേജും അതിൻ്റെ എന്താ പറയുക ഹോഴ്സ് പവറും സ്പീഡും ഈ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് വായിക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്നിരുന്നാലും നമുക്ക് നോക്കിയിട്ടൊക്കെ പോവാം. ഓക്കെ, ഇവിടെ റോൾസ് റോയ്സ് 1924 വണ്ടിയാണ്. റോൾസ് റോയ്സിങ് 20 സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. റോൾസ് റോയ്സ് 100 വർഷങ്ങൾ ആഘോഷിക്കുന്നു. റോൾസ് 20ൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി നോക്കുക. അതിൻ്റെ ഹോഴ്സ് പവറും ടോപ്പ് സ്പീഡ്, എൻജിന്, ടോർക്ക്, ട്രാൻസ്മിഷൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇയർ ഓഫ് മാനുഫാക്ചർ ഇതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ആലോചിക്കുക. ഇന്ന് റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ഉണ്ട്, പല വണ്ടികളുണ്ട്. എനിക്ക് വണ്ടിയെപ്പറ്റി അത്ര അറിയില്ല, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അത്ര അറിവുള്ള വ്യക്തിയല്ല ഞാൻ. ഒരു ചെറിയ ലിമിറ്റഡായ ഒരു അറിവുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് റോൾസ് റോയ്സിന് 1920-24 ഇങ്ങനത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അതൊക്കെ ഉപയോഗിക്കുന്നവർ ആരായിരിക്കണം? എന്തായാലും റിച്ചസ്റ്റ് ആൾക്കാരാണ്, കിങ് ആണ് അല്ലേ, രാജാക്കന്മാരെ ഉപയോഗിക്കില്ല. അന്നത്തെ മെയിനായിട്ടുള്ള ഈ ബിസിനസ്സുകാർ ടൈക്കൂൺ നമ്മളിന്ന് പറയുന്ന രാജാക്കന്മാരൊക്കെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. 1931 ആസ്റ്റിൻ മോഡൽ വേറെ വണ്ടി. ഇത് ഏത് വണ്ടി? ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഫോർഡ് പെർഫെക്റ്റ് വണ്ടികളുണ്ട് ഫോർഡിൻ്റെ. ഇതാണ് ഹോറിസ് സീരീസ് കേട്ടോ, ഹോറിസ് B സീരീസ്, ഹോറിസിൻ്റെ മോഡൽ. ഇത് വേറെ വണ്ടി ആസ്റ്റിൻ 44D ആസ്റ്റിനൊക്കെ ഇടണം വണ്ടി. ആസ്റ്റിൻ മാർട്ടിൻ തന്നെ ആയിരിക്കും കേട്ടോ മിക്കവാറും. ആസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ട്. ഇത് ഫ്രേസർ കേട്ടോ, ഫ്രേസർ നോക്കി വണ്ടി നോക്കി, ഓഫ് എന്താ ലുക്കല്ലേ. ഫ്രേസർ MYL എന്താ സംഭവം, അതിൻ്റെ ലുക്ക് നോക്കറാ. നല്ല നീളൂല വണ്ടിയും. ഇതിനാണ് നല്ല ഇങ്ങനത്തെ വണ്ടിയാണ്, നല്ല നീളൂല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടി നമ്മൾ അംബാസഡർ മാത്രമേ കണ്ടിട്ടു, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ അല്ലേ. ഇത് ബക്ക് സീരീസ് 50 സൂപ്പർ 1929 വന്ന വണ്ടിയാണ്. സൂപ്പർ, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ നമ്മൾ അന്ന് ചെറിയ മലയാള സിനിമയിലൊക്കെ കുറവായിരുന്നു. ഞാൻ കാണുന്ന നമ്മൾ അത്യാവശ്യം കുറച്ച് ഹിന്ദി സിനിമയിൽ കണ്ടതായി. പിന്നെ മെയിനായിട്ട് ഇംഗ്ലീഷ് സിനിമയിൽ ഓപ്പലിൻ്റെ വണ്ടി, ഓപ്പൽ കഡറ്റി, ഇംഗ്ലീഷ് സിനിമ തന്നെയായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അന്നത്തെ ഇതിലൊന്നും അത്ര വലിയ റിച്ച് ഒന്നും ആയിരുന്നില്ല നമ്മുടെ നാട്. മാനുഫാക്ചറിങ് കുറവായിരുന്നു. ആകെ 1-2 കമ്പനികളേ ഉള്ളൂ അല്ലേ. ആകെ ആരാ ഉണ്ടായിരുന്നു? മഹീന്ദ്ര ഉണ്ടായിരുന്നു, ടാറ്റ ഉണ്ടായിരുന്നു, പിന്നെ അംബാസഡറിൻ്റെ മോഡൽ, പ്രീമിയർ ഉണ്ടായിരുന്നല്ലേ, പ്രീമിയർ, പത്മിനി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഒരു കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ഇതാണ് ഡൈംലർ ഉണ്ടല്ലേ, ഡൈംലർ D 36 1949 വണ്ടി കണ്ട. അത് ഉപയോഗിച്ചിരുന്ന വ്യക്തികൾ കണ്ട രാജാക്കന്മാരാണ്. അന്നത്തെ കൊച്ചിൻ രാജാവ്, മൈസൂർ രാജാവ്, തിരുവനന്തപുരം രാജാവ്, ഇവരൊക്കെ രാജാക്കന്മാരൊക്കെ ആയിരുന്നു ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. സാധാരണ ജനങ്ങൾക്കൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സ്വപ്നമാണ്. ഇന്നാണ് ടെക്നോളജി വന്ന് നമ്മളൊക്കെ അതിന് വേണ്ടി വർക്ക് ചെയ്താൽ നമുക്കെന്തെങ്കിലും ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. പഴയ മോഡലിലെ ബൈക്ക്, ബുള്ളറ്റ്, M80 വണ്ടികൾ, വെസ്പ, ചേതക്ക്, ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. കുറേത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എക്സ്പ്ലോറർ വണ്ടി, വെസ്പ, ഇതാ കൈനാറ്റിക് ഹോണ്ടയും ബജാജും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ബുള്ളറ്റിനെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. ബുള്ളറ്റല്ല, വായുദൂതാണോ ബുള്ളറ്റാണ്. ജാവയാണ് കേട്ടോ, സോറി, ജാവ പോയിട്ട് തിരിച്ചു വന്നതാണല്ലേ. പോയിട്ട് തിരിച്ചു വന്നതാണ്. മുമ്പുണ്ടായ വണ്ടിയില്ല, സിട്രോൺ. ഇതാ സിട്രോണിൻ്റെ വണ്ടി ഉണ്ടോ, സിട്രിയൻ സൂപ്പർ വണ്ടി അല്ലേ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് വായിക്കേണ്ട സമയമില്ല. അടിപൊളി മ്യൂസിയം കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. ഇവിടെ വരേണ്ടതാണ് നമ്മൾ. പയാന കാർ മ്യൂസിയം. വീരേന്ദ്ര ഹെഗേഡ എന്ന് പറഞ്ഞ വ്യക്തി, ഹീസ് ദ ഫൗണ്ടർ ആൻഡ് ഹീസ് എ ഗ്രേറ്റ് ലീഡർ. അദ്ദേഹം തുടങ്ങിയാണിത്. വളരെ നല്ല മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ഇൻറ്റീരിയറൊക്കെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഹിൽക്മാനാ അങ്ങനെ എന്തോ പേരാണ് ഇതിൻ്റെ. ഇത് കണ്ട് ഞാൻ മറന്നുപോയി. ഇത് ആസ്റ്റിൻ്റെ വേറെ വണ്ടി. സൂപ്പർ കേട്ടോ. ഇങ്ങനത്തെയൊക്കെ കളക്ഷൻ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നത്. 1952 ഹിന്ദുസ്ഥാൻ 14 1952 ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ കമ്പനിയും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും കാറ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ കാറുകൾ 1955 ഹിന്ദുസ്ഥാൻ്റെ ലാൻഡ് മാസ്റ്റർ വന്നു. അതടുത്ത വണ്ടി ഇതാണ്. അടുത്തവ ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വരുമ്പോൾ 1961 ഹിന്ദുസ്ഥാൻ്റെ അംബാസഡർ വന്നു. അംബാസഡർ മോഡൽ
ഗ്രാമങ്ങളിലൊക്കെ അന്നൊരു കാറ് വരുമ്പം നമ്മുടെ പിള്ളേരൊക്കെ ആ വണ്ടിയുടെ പിറകെ പോകുമായിരുന്നു അല്ലേ. ഒരു കാറ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. പിള്ളേരൊക്കെ കാറിൻ്റെ പിറകെ ഓടും. ഷവർലയുടെ വണ്ടി ഭീമന്മാരാണ്. ഷവർലെ ബെൽ എയർ 1955 സിനിമകളിലൊക്കെ കാണുന്ന കാറാണ്. പഴയ ഹോളിവുഡ് സിനിമയൊക്കെ ഇങ്ങനത്തെ ഇത് കാണാം, ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണാം. പഴയ സിനിമകളിൽ കാണുകയെ നമുക്ക് നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കേരളത്തിലൊക്കെ നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. വലിയ റിച്ച് ഒന്നും ആയിരുന്നില്ല. ഇന്ന് കാറുകളൊക്കെ ഒരുപാടുണ്ട്, കാർ കമ്പനികളുണ്ട്, ഇന്ത്യൻ കമ്പനീസുണ്ട്. 1960 ഇത് ഏത് വണ്ടിയാണ് ഇപ്പോൾ? ആ വണ്ടിയുടെ ഇതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതാ വണ്ടി, ഷവർലയുടെ ഇംപാല. ഇതാണ് സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. കണ്ട അവിടെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാ. ആൻ അമേരിക്കൻ ക്ലാസിക് ആൻഡ് പോപ്പുലർ മൂവി കാർ. പോപ്പുലറായ മൂവി കാർ മിക്കവാറും എല്ലാ സിനിമകളിലും കാണാൻ പറ്റുന്ന, അമേരിക്കൻ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണാൻ പറ്റുന്ന ഷവർലെ ഇംപാല. അതിൻ്റെ ഡീറ്റെയിൽസും മൈലേജ്, സ്പീഡ്, ടോപ്പ് ഗിയർ ഇതൊക്കെ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം, ഷവർലെ ഇംപാല. 1965 ഒട്ടുമിക്ക എല്ലാ ക്ലാസിക് മൂവീസ്, ഹോളിവുഡ് ക്ലാസിക് മൂവീസിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് ഇവൻ. അപ്പം ഭയങ്കരമാണ് ഇവൻ. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വണ്ടിയുണ്ട്, GDL. ഇത് ഏതാണെന്ന് മോഡൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇത് വേറെ നല്ലൊരു വണ്ടി, ഇത് ഒപ്പൽ കമ്പനിയുടെ. ഒപ്പൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒപ്പലിൻ്റെ വണ്ടികളൊക്കെ കുറവാന്ന് തോന്നുന്നു അല്ലേ. ഒപ്പൽ അങ്ങനെ ഇന്ത്യയിൽ സ്വാധീനം അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതുണ്ടോ സ്റ്റഡ് ബേക്കറിൻ്റെ ഒരുപാട് കമ്പനികൾ വന്ന് പോയിട്ടൊന്നും കേട്ടിട്ടുണ്ട് അല്ലേ. ഫിയറ്റ് പോയി, ഫോർഡ് ഉണ്ട് തോന്നുന്നു. ഫോർഡ് വന്നിട്ടും പോയി എന്ന് കേട്ടു, ഫിയറ്റ് വന്നിട്ട് പോയി. കാരണം ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് അങ്ങനെ പിടിക്കാൻ പറ്റിയിരുന്നില്ല. ഇത് നമ്മൾ പഴയ സിനിമകളിൽ കാണുന്ന അന്നത്തെ റിച്ച് ലക്ഷറി സാധനം. 1937 സ്കോഡ പോപ്പുലർ. സ്കോഡയുടെ വണ്ടി കണ്ടാ, എൻ്റെ അമ്മോ, കിടിലൻ വണ്ടി. നല്ല ടൂറൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്കോഡയുടെ കിടിലൻ വണ്ടികളാണ് ഇതൊക്കെ. സോ ഞാനിവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിൻ്റെ ഇനി താഴെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ പോകണം. ഇവിടെ നല്ല ഡിസൈനിങ്, പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്ന ഡിസൈനൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. സൂപ്പർ മ്യൂസിയം കേട്ടോ. ഞാനതാ പറഞ്ഞത്, നല്ല മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു നല്ലൊരു ആംബിയൻസിൽ കൊടുക്കണം. നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ, സൂപ്പർ. അപ്പോൾ താഴെ നമുക്ക് പോവാം. താഴെ മിലിറ്ററിയുടെ വണ്ടിയൊക്കെ ഉണ്ട്, ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് താഴെ പോയി പരിചയപ്പെടണം. ഓക്കെ, നമ്മളെ പഴയ വണ്ടികളുണ്ട്. ഇതിൻ്റെ പേരേതാണ്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടാ. ഇതാണ് കേട്ടോ മിലിറ്ററി ട്രക്ക്, ഗ്രാസ്. 1981 USSR റഷ്യയാണെന്ന് തോന്നുന്നു. ഗ്രാസ് മിലിറ്ററി ട്രക്കാണ്. നോക്കറ നിങ്ങൾ മിലിറ്ററി ട്രക്ക് നോക്കിയേ. വാവ്, ടയറൊക്കെ കണ്ടാ, ഓഫ് റോഡ് ടയറൊക്കെ വെച്ചിട്ട് കുതിച്ച് പായാൻ വേണ്ടിയിട്ടാണ്. കാട്ടിലെ കൂടിയും മരുഭൂമിയിലെ കൂടിയും ചളിയിലെ കൂടിയും ചതുപ്പുള്ള സ്ഥലത്തെ കൂടിയും ബോംബുള്ള മൈനിലെ ഈ സ്ഥലത്തെ കൂടെ ഇവന് പോകേണ്ടതുണ്ട്. യുദ്ധത്തിന് മിലിറ്ററി ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ടി വന്നു. ഇത് പഴയ എന്താ പറയുക വണ്ടിയുടെ ഇതില്ലേ ടയറിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ ഒന്ന് നോക്കുകയാണ്. താഴത്തെ ഒന്ന് നമുക്ക് വട്ടം നോക്കിയിട്ട് പോവാം. ഷവർലയുടെ മിലിറ്ററി ആണ്. 1945 US ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ കേട്ടോ, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്തായിരിക്കും. ഷവർല US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു മിലിറ്ററി വണ്ടിയാണിത്. അന്നത്തെ മിലിറ്ററി വണ്ടി കണ്ട. ഇതൊന്നും നമുക്ക് വണ്ടികളും ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ അനുവാദമില്ല. ഇത് എന്താ സ്റ്റയർ പച്ച് ഹാഫ്ലിംഗർ, മിലിറ്ററിയുടെ വണ്ടി തന്നെയാണ് തോന്നുന്നു. മിലിറ്ററി വണ്ടി തന്നെയാണ്. ഈ ഭാഗത്ത് മിലിറ്ററിയുടെ വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടികളൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുക്കാന്നല്ലാതെ ഒന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. 1953 ഗാസ് വണ്ടിയാണ്. ഗാസ് അതിൻ്റെ പുറത്തൊക്കെ ഉണ്ടോ അവിടെ ഇത് ബോംബും തോക്കൊക്കെ വെച്ചിട്ട് ഫയറിങ് ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിലിറ്ററി ഉപയോഗിച്ചിരുന്ന വണ്ടികളാണെന്ന് ചുരുക്കം. ഹീറോ ഹോണ്ടയുടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ മോഡൽ CD100 മോഡൽസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. പിന്നെ 1961 വില്ലീസ്. വില്ലീസ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വില്ലീസ് ജീപ്പ് ഉണ്ട് ഇവിടെ. വില്ലീസൊക്കെ ഒരു കാലത്ത് പിള്ളേരുടെ, ആൾക്കാരുടെ, യുവാക്കളുടെ സ്വപ്ന വണ്ടിയായിരുന്നല്ലേ വില്ലീസിൽ. നമ്മളെ നരസിംഹത്തിൽ ലാലേട്ടനൊക്കെ എടുക്കുന്ന വണ്ടി. ഇപ്പം പിന്നെ താറ് വന്നു. എന്നാലും വില്ലീസ് അതിൻ്റെ ആ ഒരു പ്രൗഢി വേറെ തന്നെയാണല്ലേ. വില്ലീസ് വണ്ടി. വില്ലീസിനെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടാവും അതിനെപ്പറ്റി. എനിക്ക് അത്ര അറിവില്ല. ഇത് പവർ വാഗൺ അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോഡ്ജിൻ്റെ കാറുകളൊക്കെയാണ് ദുബായിലെ ഉള്ളത്. ദുബായിലൊക്കെ പോയിട്ടുള്ളവർക്കാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡോഡ്ജിൻ്റെ എന്നമാതിരി വണ്ടികളല്ലേ പവർ വാഗൺ. ഇത് കണ്ട, ഇത് നല്ല സൂപ്പർ വണ്ടിട്ടാണ്. നമ്മളെ മരം കൊണ്ട് ഇതിൻ്റെ ബോഡി കണ്ട, ചിലതൊക്കെ പാർട്സൊക്കെ മരമാണ്, വുഡ് മരം കൊണ്ട് ഉണ്ടാക്കിയതാണിത്. നല്ല സൂപ്പറല്ലേ, മരം കൊണ്ടൊക്കെ നമുക്ക് വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, മോറിസ് വുഡി ഇംഗ്ലണ്ട്. ഇപ്പോൾ മരം കൊണ്ട് തന്നെ നമ്മൾ പല വെഹിക്കിൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റീലിലേക്ക് വന്നത്, ഇരുമ്പിലേക്ക് വന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ മോറിസിൻ്റെ പഴയ മോഡൽ വണ്ടിയാണിത്, MYE. മുമ്പ് പോകാനൊക്കെ ആൾക്കാർ ഫാമിലീസൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്യാനൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളി വണ്ടിയായിരിക്കും. വില്ലീസിൻ്റെ തന്നെ 1958 മോഡലാണ്. ആ കിടക്കുന്നത് കണ്ടോ, അത് തൊട്ടപ്പുറമുള്ളത് നമ്മുടെ ടാറ്റയുടെ കാറുകളാണ് കേട്ടോ. ഇത് ഫോർഡിൻ്റെ ട്രക്ക്, 1947 ഫോർഡിൻ്റെ ട്രക്ക്. ഇതായിരുന്നു അറിയോ, ഇത് നമ്മുടെ ടാറ്റയാണ് ഇപ്പോഴുള്ളത്. ഫോർഡിന് തൊട്ടടുത്ത് തലയുയർത്തി പിടിച്ചിരിക്കുന്ന നമ്മുടെ ടാറ്റ, ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയുടെ ട്രക്ക്, പഴയ ട്രക്കാണ്. ഡാറ്റ്സൻ്റെ കമ്പനി. നിസാൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, എന്താ അറിയില്ല, ഡാറ്റ്സൺ. ഇത് നമ്മുടെ കന്നഡ നടനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഈ കന്നഡ നടൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് തോന്നുന്നു, അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് ഡാറ്റ്സൺ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ വണ്ടി നിങ്ങൾക്ക് അറിയോ, ഒരു കാലത്ത് മുംബൈ ഭരിച്ചിരുന്ന വണ്ടിയാണ് അല്ലേ. പഴയകാല മലയാള സിനിമ കണ്ടാൽ നമുക്കിത് കാണാൻ പറ്റും. പഴയ നമ്മുടെ പ്രീമിയർ, ഇത് ഫിയറ്റാണ് കേട്ടോ, ഫിയറ്റിൻ്റെ മോഡല്. നമ്മുടെ മുംബൈയിലൊക്കെ ഉണ്ടായ ടാക്സി ആയിട്ട് ഓടിച്ച ഒരുപാട് വണ്ടിയാണത്, ഫിയറ്റിൻ്റെ മോഡല്. മുമ്പത്തെ മലയാള സിനിമ കണ്ടാലും നമുക്കറിയാൻ പറ്റും, പഴയ ഹിന്ദി സിനിമ കണ്ടാൽ അറിയാൻ പറ്റും. മെഴ്സറസ് ബെൻസിൻ്റെ സിമ്പിളാണല്ലോ ഈ വണ്ടിക്ക്, MEX, റെഡ് കളർ. എന്നാൽ നീളൂല വണ്ടിയൊക്കെ അത് പേരെന്താ ഇതിൻ്റെ, മെഴ്സറസിൻ്റെ ആട്ടോ, മെഴ്സറസ് ബെൻസ്. ഇതും മെഴ്സറസ് ബെൻസ് തന്നെ. മെഴ്സറസൊക്കെ ആ സമയത്ത് ലക്ഷറി തന്നെ അല്ലേ മെഴ്സറസ്. സൂപ്പർ വണ്ടികൾ കേട്ടോ. ഇതാ ഇപ്പുറം നല്ല അടിപൊളി വണ്ടികളൊക്കെയാണ്. ഇത് ഒരു കാലത്ത് 19 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ റിച്ചായ ആൾക്കാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, BMW. പക്ഷേ പിന്നെ കാലഘട്ടം മാറി, കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജി വന്നു, ആൾക്കാരുടെ കയ്യിൽ പൈസ വന്നപ്പോൾ ആൾക്കാർ അത് ഉപയോഗിക്കാൻ തുടങ്ങി. കോമ്പറ്റീഷൻ വന്നപ്പോൾ പൈസ കുറച്ച് കുറഞ്ഞ് സാധാരണ കുറച്ച് ആൾക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. BMW ഒക്കെ നമ്മുടെ നാട്ടിൽ നോക്കി, കേരളത്തിൽ നോക്കി ഒരുപാടുണ്ട് അല്ലേ. ടൊയോട്ടയുടെ വണ്ടി 90കളിലെ കൊറോള, പഴയ മോഡൽ വണ്ടി അല്ലേ, നമ്മുടെ ടൊയോട്ടയുടെ ഒക്കെ വണ്ടി വരുന്നുണ്ട്. ജാഗ്വാർ, വേറൊരു പുലി, വേറൊരു സിംഹം അല്ലേ, ജാഗ്വാർ പുലിയാണ്. ജാഗ്വാറിൻ്റെ വണ്ടികളൊക്കെ അതൊരു സാധനം അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്പനി കേട്ടോ ജാഗ്വാർ, ഓഡി, ഇതൊക്കെ സൂപ്പർ കമ്പനികൾ തന്നെയല്ലേ. BMW ബെൻസൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അല്ലേ. 90കൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ അപൂർവമായിരുന്നു. അന്ന് റോഡുകൾ പോലും വികസിക്കുന്ന സമയം, 1980കൾക്കൊക്കെ കേരളത്തിൻ്റെ അവസ്ഥ. കാഡിലാക്ക് ഒരു കാലത്ത് കരിച്ചിരുന്ന കമ്പനിയാണ് കാഡിലാക്ക് എന്ന് പറയുന്നത്. അമേരിക്കയിലൊക്കെ ടോപ്പ് കമ്പനിയിൽപ്പെട്ട കമ്പനിയാണ് കാഡിലാക്ക്, വേറെ തന്നെ ഒരു ബ്രാൻഡാണ് കാഡിലാക്ക്. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാഡിലാക്കിൻ്റെ ചില ഇഷ്യൂസൊക്കെ. കാഡിലാക്കിൻ്റെ ഒരു വലിയൊരു മോഡലാണ് ഫ്ലീറ്റ് വുഡ്, അതാണ് ആ മോഡലിൻ്റെ പേര്. ഇത് വേറെ, ഇത് ആസ്റ്റിൻ്റെ തന്നെ ഫർണ, ആസ്റ്റിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള മോഡൽസ് കൂടി നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല വിചാരിക്കുന്നു. ഇവിടെ നല്ല കിടിലൻ ഐറ്റം, ഒരു മരം കൊണ്ടുള്ള ഒരു ബോക്സൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. സൂപ്പർ വണ്ടിയില്ല, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയായിരിക്കും. കിടിലൻ വണ്ടിയില്ലേ, കിടുക്കാച്ചി വണ്ടി. എന്താണിപ്പോൾ ഇവൻ്റെ പേരൊന്ന് നോക്കട്ടെ.
മെഴ്സിഡസ് ബെൻസ് 8. 1926 മാനുഫാക്ചർഡ് ഇൻ ജർമ്മനി. 1926 മെഴ്സിഡസ് ബെൻസ് ആണ്. 26 എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇടയിൽ വരുന്ന സമയം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആരായിരിക്കും? അവിടുത്തെ വലിയ വലിയ പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, പണക്കാർ, ഇവർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അന്നത്തെ ആ വലിയ ടോപ്പ് ലീഡേഴ്സ് അവർ ഉപയോഗിക്കും. സൂപ്പർ വണ്ടിയല്ലേ. ഇവിടെ മാസ്ദ, ജപ്പാൻ്റെ മാസ്ദ ലോസ്. 1967 മാസ്ദ ഇറക്കിയത് ജപ്പാൻ. സൂപ്പറല്ലേ, മാസ്ദ കമ്പനി കിട്ടുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിടിച്ചെടുത്ത അതിൻ്റെ സാധ്യതകളെ മുമ്പേ മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്ത രാജ്യങ്ങളാണ് ഒന്ന് ഫസ്റ്റ് ജപ്പാൻ, അമേരിക്ക, USA ഉണ്ട്, ജർമ്മനി, യൂറോപ്പിലെ ഇറ്റലി, അങ്ങനത്തെ രാജ്യങ്ങൾ. പിന്നെ UK ഉണ്ട് തോന്നുന്നു ചെറുങ്ങനെ. ബാക്കിയുള്ളവർക്കൊന്നും ഇത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിന് കാരണം ഇത് ടെക്നോളജിയാണ്, മനസ്സിലാക്കണം, ബിസിനസ് തുടങ്ങണം. സ്റ്റാൻഡേർഡ് 1987 സ്റ്റാൻഡേർഡ് 200 ഇന്ത്യയിൽ ഉണ്ടാക്കിയ വണ്ടി കേട്ടാ. സ്റ്റാൻഡേർഡ് കമ്പനിയാണോ അപ്പോൾ അതോ ഇത് മോഡൽ ബ്രാൻഡ് നെയിമാണോ എന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്നവർ അത് കമൻറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡിന് കമ്പനിയുടെ പേരിലാണോ സ്റ്റാൻഡേർഡ്? മേ ബി ചിലപ്പോൾ സ്റ്റാൻഡേർഡ് എന്നുള്ള കമ്പനി ഉണ്ടാവും, അറിയില്ല. ജപ്പാനൊക്കെ ഈ എന്താ പറയുക, വളരെ പവർഫുള്ളാണ് ജപ്പാനൊക്കെ. അതിൽ പല ഡോക്യുമെൻ്ററീസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വേൾഡ് വാർ കഴിഞ്ഞ് ആറ്റം ബോംബ് ഇത് വീണ്ടും പോലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്ത് നിന്നിട്ട് രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. കോണ്ടസ ഉണ്ടാ 91 കോണ്ടസ ചന്ദ്രലേഖ സിനിമ പറയുന്ന കോണ്ടസയാണ് സാധനം. കോണ്ടസ അന്നത്തെ ഫേമസ് വണ്ടി കോണ്ടസ. ജപ്പാൻ ഈ രാജ്യങ്ങളൊക്കെ അവിടെ ജപ്പാനിലൊക്കെ ഒരുപാട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൊക്കെ ഇത്രയും തഴച്ചു വളരാൻ കാരണം ഇന്ത്യയൊന്നും അത്രയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആവാൻ ഇന്ത്യക്ക് പറ്റിയിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ടെക്നോളജി അന്ന് കുറവായിരുന്നു, ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ വളരെ കുറവായിരുന്നു. ആകെയുള്ള ടാറ്റയും മഹീന്ദ്രയും അശോക് ലേലൻഡും പോലത്തെ കുറച്ച് കമ്പനികൾ മാത്രമാണ്. ഇപ്പം കുറച്ചുകൂടി കമ്പനികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഒരു ഓട്ടോമൊബൈൽ കമ്പനി തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റൂല. ടെമ്പോ ഉണ്ടോ, ടെമ്പോ വാന്. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ടെമ്പോയും മറ്റാഡോർ വാന്, ആ വാനും ഈ ടെമ്പോ ഒക്കെ ആയിരുന്നു നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. ഇതിലൊക്കെ ആയിരുന്നു ഒരുപാട് പേര് സ്കൂളിലൊക്കെ അയക്കുക. അന്നത്തെ മെയിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ മെയിനായിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് വേറൊരു ഇതാണ്, നല്ല അടിപൊളി സിപ്പാനി ഡോൾഫിൻ സലൂൺ. 1985 ഇന്ത്യയാണ് കേട്ടോ, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ദൂരത്ത് കാണുമ്പോൾ ഒരു മാരുതി 800 ഫ്രണ്ട് സൈഡ് പോലെ തോന്നിയില്ല എനിക്ക്. ഇതാണ് അപ്പോൾ സിപ്പാനി അല്ലേ, മഞ്ഞ കളറിൽ. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും മലയാളികൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ മാരുതി 800. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. 800 മുതലാണ് കേരളമൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വന്നത്. 800 മുതൽ ഫാമിലീസൊക്കെ മാരുതി 800 ഉപയോഗിക്കാൻ തുടങ്ങി. അന്നത്തെ മാരുതി സെൻ ഉണ്ട്, 800 ഉണ്ട്, ഈ വണ്ടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ചെറിയൊരു ഇലക്ട്രിക് വണ്ടിയാണ്. ഇതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റേവ ഇലക്ട്രിക്. ഇവിടെ ഒരു അംബാസഡർ കാറിൻ്റെ ഒക്കെ ബോഡി പാർട്സ് ഇതുണ്ടാ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കാറുകൾ അതിനെ അസംബിൾ ചെയ്യുന്ന അതിൻ്റെ ബോഡി പാർട്സൊക്കെ ചെറുങ്ങനെ മാറ്റിയിട്ട് അത് അസംബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഷോക്ക് വണ്ടി വെച്ചതാണ് ഹിന്ദുസ്ഥാൻ അംബാസഡർ അല്ലേ. ഒരു കാലത്ത് ഇന്ത്യയിലെ ഭരിച്ചിരുന്നതാണ് ഹിന്ദുസ്ഥാൻ്റെ അംബാസഡർ മോഡൽ എന്ന് പറയുന്നത്. അന്ന് ഒട്ടുമിക്ക എല്ലാ ടാക്സി സ്റ്റാൻഡിൽ പോയാലും നമുക്ക് അംബാസഡർ കാറ് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അംബാസഡർ തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ജോലി അവസരങ്ങളൊക്കെ കൊടുത്തിയാണ് അല്ലേ ഒരു തൊഴിൽ. ഇപ്പോൾ എല്ലാവരും ഓട്ടോ ഡ്രൈവറെയൊക്കെ ആവശ്യമില്ലാത്ത ആൾക്ക് ഒരു ടാക്സി ഡ്രൈവർ എന്ന രീതിയിൽ ചിന്തിപ്പിച്ചൊരു വണ്ടിയാണ് അംബാസഡർ. പക്ഷെ ഇന്ന് അംബാസഡർ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ടാവും എവിടെയെങ്കിലും, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അന്ന് അംബാസഡറിൻ്റെ മുകളിൽ വേറെ ഒരുപാട് വണ്ടികൾ എന്ത് ചെയ്തു, മേൽക്കോയ്മ നേടി എന്നുള്ളതാണ് കാര്യം. അംബാസഡർ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയ മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിലും കാര്യങ്ങളൊന്നും ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് പഴയ മിത്സുബിഷിയും ടൊയോട്ടയുടെ ഒക്കെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ജപ്പാനീസ് കമ്പനികൾ തന്നെയാണ്. ജപ്പാൻ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ആ സ്റ്റീലിൻ്റെ ഒക്കെ ബിസിനസ് സാധ്യതകൾ അവർക്ക് മനസ്സിലായി. ടെക്നോളജിയൊക്കെ അവരുടെ സ്വയം ഡെവലപ്പ് ചെയ്തു. അത്രയും മുന്നേറി അവർ. റോവർ മോണ്ടിഗോ
അങ്ങനെയാണ് ഇത്രയും ഓട്ടോമൊബൈൽ കമ്പനികളൊക്കെ ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിൽ ഉണ്ടാവാൻ കാരണവും നമ്മൾ അവിടത്തേക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയുണ്ടായത്. മറിച്ച് ഇന്ത്യയിലൊക്കെ അത് വളരെ കുറവായിരുന്നു. ഇന്ത്യക്ക് ഏകദേശം 90-കൾ കഴിഞ്ഞിട്ടായിരുന്നു ടാറ്റ ഇൻഡിക്കയും അല്ല അങ്ങനത്തെ കമ്പനികളൊക്കെ വളരെ 90-കൾ കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജപ്പാനൊക്കെ വളരെ ഉയർന്ന മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതുണ്ടോ ഫിയറ്റിൻ്റെ യൂനോ, ഇന്ത്യയിൽ അങ്ങനെ ഓടാത്ത വണ്ടിയായിരുന്നു യൂനോ. ഭയങ്കര നല്ലൊരു വണ്ടിയാണ്. പക്ഷേ US-ലൊക്കെ ഭയങ്കരമാണെന്നാണ് കേട്ടത്. മാരുതി 800 ഒക്കെ ആയിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടത്. പിന്നെ ഇത് മഞ്ജുഷ, അതായത് മഞ്ജുഷ മ്യൂസിയം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അത് ഈ വാസ്തുശില്പ കലാ മ്യൂസിയമാണ്. പഴയ എന്താ പറയുക ഹിസ്റ്ററി പറയുന്ന മ്യൂസിയം. നമ്മൾ മംഗലാപുരം പോയിട്ടില്ലേ, മംഗലാപുരത്ത് പോയ ആ ടൈപ്പ് മ്യൂസിയമാണ്, ഹെറിറ്റേജ് മ്യൂസിയം പോലുള്ളൊരു മ്യൂസിയമാണിത്. പണ്ടത്തെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇവർ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടു. കൂടുതലായിട്ടില്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. എനിവേ ഞാൻ കൂടുതൽ സമയം ഇവിടെ നിന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ.